ഇവിടെ പഴയത് വല്ലതും കൊടുക്കാണ്ടോ? പഴയ ഇരുമ്പ്, പ്ലാസ്റ്റിക്, നോട്ട്ബുക്ക് അങ്ങനെ എന്തിനും കൊടുക്കാണ്ടോ? ഇവിടെ ആരും ഇല്ലേ? ചേച്ചിയെ, ആരും ഇല്ലേ? പഴയത് വല്ലതും കൊടുക്കാണ്ടോ? ചേച്ചി ഇവിടെ പഴയ ഇരുമ്പോ പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും പഴയത് വല്ലതും കൊടുക്കാണ്ടോ? ഇവിടെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഒന്നും എടുത്തു വെച്ചിട്ടൊന്നും ഇല്ലേ? അല്ല എടുത്തേക്കൊന്നും വേണ്ട. അല്ല ഇവിടെ ഉണ്ടോ കാര്യമായിരുന്നു നമ്മള്. കാരണം ഇന്ന് ഇറങ്ങി ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ന് വെറുതെ രാവിലെ ഉണ്ടോ ചാക്കായിട്ട് ഇറങ്ങി എന്നല്ലാണ്ട് ഒരു കാര്യം എവിടെയും ഒന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് പെറുക്കേണ്ടി വരും. ഞങ്ങൾക്കിപ്പോ ഒരു സ്ഥലം വരെ പോവാണ്ട്. പെറുക്കാൻ നേരമില്ല, അതുകൊണ്ടാ ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. വളപ്പിലൊക്കെ എടുക്കണ്ടാവൂലേ? ആ, നിങ്ങക്ക് പെറുക്കാൻ പറ്റുന്ന പെറുക്കിക്കോളൂ. ഇതൊക്കെ ആവശ്യമുള്ള? അതൊന്നും ആവശ്യമില്ല. കുറച്ച് അവിടെയൊക്കെ കിടക്കണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കി പെറുക്കണം. കുറച്ച് നേരം പിടിക്കും. അവിടെ ഇവിടെ ആയിട്ട് കിടക്കണ്ടാവും. ഇതൊക്കെ ഒന്ന് പെരക്കച്ചൂടെ? അതൊക്കെ വിറ്റ വെറുതെ ഇവിടെ കിടന്നിട്ട് എന്താ വെച്ചാലേ രാത്രി കിടന്നിട്ട് അതില് വെള്ളം നിറഞ്ഞിട്ട് കൊതും ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒക്കെ ദോഷമാണ്. ഇനി ഇങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം എന്തെങ്കിലും കിട്ടും ചെയ്യും, നമുക്കൊരു കാര്യമായി. അപ്പൊ ഈ ഇതൊക്കെ ഒന്ന് പെരക്കി വെച്ചാൽ മതി. പഴയ ഇരുമ്പും പ്ലാസ്റ്റിക്കും ഇതൊക്കെ ഒന്ന് പെരക്കി വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കാര്യമായി. ഞാൻ നോക്കിയെടുത്താലോ? എടുത്തോളൂ. ഇതൊക്കെ ആകെ മണ്ണും ഇതൊക്കെ ആയിട്ടേ ഇതൊന്നും ഇതിലൊക്കെ ആകെ എന്തൊക്കെ ചളിയും ഇതൊക്കെ. അവിടെ ഉണ്ടാ? ഇതാ അവിടെ എടുക്കണം. അലൂമിനിയത്തിന്റെ ഏതാ? അതൊക്കെ നല്ല വില തരേണ്ടി വരും കേട്ടാ. അലുമിനിയത്തിന്റെ നല്ല വിലയൊക്കെ തരേണ്ടി വരും പറയാ. അലുമിനിയം ഞങ്ങള് ഇരുമ്പ് പ്ലാസ്റ്റിക് ഇതൊന്നും പോവില്ല. ഇതൊന്നും വെറുതെ ഇതൊന്നും കാര്യമില്ല. അതൊന്നും വെറുതെ പറയാ. ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം വില വെറുതെ പറയുന്നല്ല. ഇത് നിങ്ങളിങ്ങനെ എല്ലാ സാധനങ്ങളും വില കിട്ടുന്ന വിചാരിക്കണ്ട. എല്ലാരും വില കിട്ടില്ലേ? ചില സാധനങ്ങൾ ഇരുമ്പ് പ്ലാസ്റ്റിക് നല്ല അതിനൊക്കെ വില കിട്ടുള്ളൂ. പിന്നെ ഇനി അവിടെയൊക്കെ ഉണ്ടാവും, ആ ഭാഗത്തൊക്കെ ഉണ്ടാവും. ഇവിടെ പറമ്പില്ല? പറമ്പിലൊക്കെ നോക്കട്ടെ. അല്ല, അത് ഈ കുട്ടികളൊക്കെ കളിക്കാൻ സാധനങ്ങളൊക്കെ അവര് കളിച്ചിട്ട് പുറത്തേക്ക് കളയേ. അവര് അതവിടെ കിടക്കും. പിന്നെ എടുക്കാൻ മറക്കും. എടുത്തേക്കാന്നൊക്കെ വിചാരിക്കും, പിന്നെ എടുത്തേക്കില്ല. അങ്ങനെ അതവിടെ അങ്ങനെ കിടക്കും. അപ്പൊ അവിടെയൊക്കെ ഒന്ന് നോക്കിയാൽ കുറച്ചുകൂടി ചിലപ്പോ കിട്ടും. വേറെ അവിടെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല ഒന്നും? നോക്കട്ടെ ഞാന്. പിന്നെ ഞാൻ ഇനി അകത്ത് വല്ലതും ഉണ്ടോ നോക്കിയോട്ട് നിങ്ങൾ ആ പറമ്പിൽ പോയിട്ട് അവിടെ പെറുക്കിക്കോളൂ. അവിടെ നിന്ന് നല്ലോണം കിട്ടും. നോട്ട്ബുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കിട്ടാ? നോക്കാം. പേപ്പറോ ആയിക്കോട്ടെ. ഈ ആൾക്കാർക്ക് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ട് വളപ്പിലേക്ക് വലിച്ചെറിയണ നേരം ഇതൊക്കെ ഒരു ചാക്കിൽ എടുത്തുവെച്ചാൽ മതി. അത് ചെയ്യില്ല, ഒക്കെ അങ്ങോട്ട് എറിയും. നമ്മളിതൊക്കെ ബുദ്ധിമുട്ടി പെറുക്കിണ്ടാക്കി കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത വിലയും വേണം അവർക്ക്. ഇതൊന്നും കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും അത്ര വില കിട്ടുന്ന സാധനങ്ങളൊന്നും ഇല്ല. ആൾക്കാർ ഇതൊക്കെ കൂടി പെറുക്കി കണ്ടു കഴിഞ്ഞാലേ അവർക്ക് അതാണിപ്പോ അവിടെ കിട്ടിയത്. ഇതിലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലാന്നേ. ഇതൊന്നും അങ്ങനെ വിറ്റ ഒന്നും കിട്ടൂല നമ്മള് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാലേ. ബുക്കിന് നല്ല അത്യാവശ്യം കിലോ ഉണ്ടാവും. എന്ത് കിലോ ഉണ്ടാവണ്? തൂക്കി നോക്കൂ. തൂക്കണത് എവിടെ?
ഇത് തൂക്കൊന്നും വേണ്ട, അത് ഒരു 2 കിലോ ഉണ്ടാവും. 2 കിലോനുള്ളൂ? തന്നെ ഉണ്ടാവുള്ളൂ. ഇത്രേ കുറച്ച് സാധനം കിട്ടിയുള്ളൂ ഇപ്പൊ നിങ്ങക്ക്? അതന്നെ കിട്ടിയുള്ളൂ. നിങ്ങളിത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറത്തേക്ക് ഇടാതെ ഒരു ഭാഗത്ത് ശേഖരിച്ചു വെച്ചാ മതി. ഇതിപ്പോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ലട്ടോ. എന്തപ്പോ തരണ്ട ഇതിന്? അതിനൊക്കെ കൂടിയിട്ടൊരു 300 തന്നോളെ. 300? 300 സാധനം ഒന്നും ഇതില്ല. എന്താ ചേച്ചി ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താ കിട്ടുക? ഇതിനെന്താ ഉള്ളത്? 300 കിട്ടും. 300 കിട്ടില്ല. ഇതിനുള്ളൊന്നും ഇല്ല. ആകെ ഒരു 2 കിലോ നോട്ട്ബുക്കും ഉണ്ട്. ഇത് നല്ല നോട്ട്ബുക്കോ? നിറയെ നോട്ട്ബുക്കാ. ചീത്ത നോട്ട്ബുക്ക് നോട്ട്ബുക്കാണ്. അതൊന്നും കാര്യമില്ല. അതിനൊന്നും പിന്നെ വില കിട്ടുന്ന സാധനമല്ല. ഞാനേ ഒരു 100 രൂപ തരാം. അതന്നെ കൂടുതലാ. 100 തന്നെ കൂടുതലാണ്. ഇത് ആരും കൊടുത്ത അവർക്ക് ആരും ആയില്ല. ഞാൻ പിന്നെ ആദ്യത്തെ ഒരു കച്ചവടം അല്ല വെച്ചിട്ട് അതേപോലെ കച്ചവടം ഒന്നും നടന്നിട്ടില്ല. ആദ്യത്തെ ഒരു കച്ചവടം അല്ല വെച്ചിട്ടാ ഞാൻ 100 തരാ പറഞ്ഞു. 100 പറ്റില്ല. 300 ഇല്ലെങ്കിൽ എനിക്ക് എന്നാലും 100 പറ്റില്ല. എന്താണ് ചേച്ചിയെ, ഞാൻ ഇവിടെ വളപ്പ് മുഴുവൻ പറക്കി നടന്ന് ഇട്ട് സാധനമാണിത്. ഇതിലൊന്നും അതിന് മാത്രമുള്ള വിലയുള്ള സാധനങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോ നല്ല ഒരുപാട് കുറെ സാധനങ്ങൾ ഉണ്ട് തോന്നും. അതിന് വില കിട്ടില്ല. അത് അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ വില കിട്ടില്ല. അതുകൊണ്ടാ ഞാനൊന്ന് ഒരു 150 രൂപ തരട്ടെ. 150? ഒന്നുകൂടി കൂട്ട്. എന്തപ്പോ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ കാര്യം? ഇത് 150, 200, 300 കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇത് എന്താ പിന്നെ കാര്യമുള്ളത്? 150 രൂപ ഞാൻ തരാൻ. 150 പറ്റില്ല. കുറച്ച് ഒരു ഇത്രയും കൂട്ടും. ശരി, 200. ഇത് വെറുതെ തന്നെ. പിന്നെ ആദ്യത്തെ ഒരു കച്ചവടം അല്ലേ വെച്ചിട്ട് കൊണ്ടുപോകാന്നുള്ളൂ. ഇനി വല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങള് അവിടെ ഒരു ചാക്കിൽ എടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ വളപ്പിലേക്ക് അങ്ങോട്ട് വിടും ചെറിയാതെ ഒരു ചാക്കിൽ എവിടെയെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. തൂക്കണത് അത്ര തൂക്കാനുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള് തൂക്കണ സാധനം എടുക്കാം. അവിടെ വണ്ടിയിലുണ്ട്. വണ്ടി അവിടെ താഴത്തുണ്ട്. ഇത് തൂക്കാനുള്ളതൊന്നും ഇല്ലേ. അതിനുള്ള സാധനം ഒന്നും ഇല്ല. അതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല കനുണ്ട്. അത് ഈ നോട്ട് ബുക്ക് എന്താ കൂടിയിട്ടില്ല. വലിയ കാര്യമൊന്നും ഇല്ല. 200 കിട്ടില്ല ഇതിന്. അതാണ്. ഇതിപ്പോ 200 തന്നാലേ ഇതിപ്പോ ഞാൻ അവിടെ കൊണ്ടുവരുത്ത കഴിഞ്ഞാൽ 100 രൂപ കിട്ടില്ല കേട്ടോ. ആദ്യത്തെ ഒരു കച്ചവടം വെച്ചിട്ടാ. അപ്പൊ ശരി എന്നാ. ശരി, ഉള്ളപ്പോഴേ എടുത്തേക്കണം കേട്ടോ. ആയിക്കോട്ടെ. സാധനങ്ങൾ എടുത്തിട്ട് ആകെ 100 രൂപ കിട്ടിയത്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. 200 രൂപ കിട്ടി. അയാളെ പറ്റിച്ച്. ₹100 സാധനത്തിന് അപ്പൊ 200 രൂപ വാങ്ങിച്ചേ. ഞാനൊരു ഹെൽമെറ്റ് ഇല്ലാതെ വലഞ്ഞിരിക്കുകയായിരുന്നു. അതിപ്പോ ഒരു കാര്യമായി. അവർക്കൊരു സന്തോഷായി, എനിക്കൊരു സന്തോഷായി.